ഹാൻഡ് അനാമലീസ് അല്ലെങ്കിൽ ജന്മന കൈക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ എപ്പോൾ ചികിത്സിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറേ ഉണ്ട്. അത് ചിലത് പല വിരലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, ചിലത് തമ്പിന് അല്ലെങ്കിൽ ചെറുവിരലിന് അല്ലെങ്കിൽ ഓരോ വിരലിനും മടങ്ങിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിരലുകളുടെ ലെങ്ത് കുറവ് അല്ലെങ്കിൽ വിരലുകളുടെ എണ്ണം കുറവ്, അങ്ങനെ പല അവസ്ഥകളുണ്ട്. കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. പേരൻസിന് ഏറ്റവും വലിയ ആവലാതി ഈ കുട്ടീനെ എപ്പോൾ കൊണ്ട് ചികിത്സിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം കുഞ്ഞു കുട്ടീന് അനസ്തീഷ്യ കൊടുത്ത് എന്താവും. ഇപ്പം അനസ്തീഷ്യ ഒക്കെ വളരെ പ്രോഗ്രസ് ചെയ്തു. അപ്പോൾ പിന്നെ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഹാൻഡ് അനോമലീസ് ഐഡിയലി ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് അറ്റ് ദ ഏർലിയസ്റ്റ്. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിലെ അവയവങ്ങൾക്ക്, കൈക്കും കാലിനും ഒക്കെത്തിനും എല്ലാത്തിനും, ബോഡിയിലെ എല്ലാ ഭാഗത്തിനും ബ്രെയിനിലും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കൈയുടെ റെപ്രസെൻറ്റേഷൻ, അതായത് കൈയുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ബ്രെയിൻ പഠിക്കുന്നത് ആദ്യത്തെ 2 കൊല്ലത്തിനുള്ളിലാണ്. അപ്പോൾ അതിനുള്ളിൽ എന്തായാലും ഈ അംഗവൈകല്യങ്ങൾ കഴിയുന്നത്ര നമ്മളത് ചികിത്സിച്ചിരിക്കണം. നമ്മളിപ്പോൾ ചികിത്സിക്കേണ്ട പീരീഡ് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബ്രെയിനെ നമ്മൾ രണ്ടാമത് ചികിത്സ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. 3-4 വയസ്സ് കഴിഞ്ഞിട്ട് ഇത് വിടിച്ചാൽ പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കൈക്ക് പഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും എത്രയും വേഗം കൈനെ പഠിപ്പിച്ചേ പറ്റൂ. കാരണം നമ്മുടെ 3ാമത്തെ കണ്ണാണ് കൈ. അപ്പോൾ അതിൻ്റെ പരിരക്ഷ ഒരു കാരണവശാലും വൈകിക്കരുത്, എക്സ്പെഷ്യലി കഞ്ചനൈറ്റൽ ഹാൻഡ് അനോമലീസിൽ.